രവി രവിയാ മൂത്തോരെ ഏട്ടാന്ന് വിളിക്കടി. നീ പോടാ, എന്നെക്കാ വെറും 2 മാസത്തെ മൂപ്പല്ലുള്ളൂ നിനക്ക്. ഞാനേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാ. നീ ഇപ്പൊ ചേരാൻ പോണല്ലേലൂ. അങ്ങനെ ആടി ആമ്പിള്ളേര് ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടേ വരൂ. 10ാം ക്ലാസ് പഠിച്ചിരാനേ എനിക്ക് 3 കൊല്ലം വേണം. ഓ, എന്റെ അമ്മായിക്ക് ഇങ്ങനെ ഒരു സൽപുത്രൻ ഉണ്ടായല്ലോ. നീ എങ്ങടാ? ഞാൻ അമ്പലത്തിലേക്ക്. എനിക്കറിയാടാ, ഞാൻ അറിയുന്നുണ്ട്. ഇടക്കാലത്ത് വെളിച്ചപ്പാടിന്റെ മോളോടൊരു ഭക്തി. നീ പോടി വെറുതെ അനാവശ്യം പറയാണ്ട്. വെളിച്ചപ്പാട് നിന്റെ തലമണ്ട വെട്ടി പൊളിക്കൂട്ടോ. ആരോടെങ്കിലും മിണ്ടിയെ കൊന്നുകളയുന്നതിന് ഞാൻ എന്ത് പ്രേമ എന്താടി ഇത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ കരയണ്ട, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അമ്മേ, പടി കയറിയ കൊന്നുകളയുന്നില്ലേ? കൊല്ലേണ്ട നിന്റെ പുന്നാര മോനെയാ വേണ്ടി. ഇന്ന് അവന്റെ അവസാനം കൊടുക്കവന് ശരിക്ക് കൊടുക്ക. സ്വന്തം പെങ്ങന്മാരെ പോലും എങ്ങനെയാ വിശ്വസിച്ച് കൂടെ ഇരുത്തുക? ഞാനല്ല ഏട്ടനാ. സത്യം ഇപ്പൊ ഇറങ്ങിക്കോട്ടെ വീട്ടിൽ. എനിക്കിങ്ങനെ ഒരു മോനില്ല. പഠിക്കോടത്ത് നീ ഇവിടെ വന്ന് നിൽക്കണോ? ഞാനും രാധികയൊന്നും വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കാണ്. അമ്മയെന്ന് വളരെ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ? 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിവിടെ എത്തും. ഞാൻ പാലക്കാട് താമസിക്കണേ. വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്നാലും ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ. ഒരു ഡോക്ടർ അടുത്തുണ്ടെങ്കിൽ. അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ? ഇപ്പൊ നീയും. അത് തന്നെ ധാരാളം. ഏട്ടാ, പ്രേമ ഇപ്പൊ എവിടെ ഉണ്ട്? അരെ, ഓർമ്മയില്ലേ? പ്രേമ ശ്രീധരമ്മയുടെ മോളെ. അപ്പൊ മറന്നിട്ടില്ല? ഏട്ടൻ മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല, എനിക്കറിയാതെ. എന്നിട്ട് വയറ്റുണ്ടായപ്പോ എന്റെ തലയിൽ. വയറ്റിലുണ്ട്? ഓ, ഒന്നും അറിയില്ല പാവം. എന്നിട്ട് എന്നെ പെടുത്താമെന്ന് വിചാരിച്ചു അവള്. ചുളിയൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനല്ലേ കിട്ടുന്നത്. സത്യം അച്ഛനമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 20 പവനും 30,000 രൂപയെ കൊടുത്ത അന്ന് കല്യാണ ചെലവടക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്തേ. അല്ലെങ്കിൽ തന്തയില്ലാത്ത കുട്ടീന്റെ പെറ്റേന അവള്. കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്നിട്ട് നന്നായോ? 5 വയസ്സുള്ള കുട്ടിയും ഭർത്താവും ഉള്ളപ്പോഴാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേറൊന്നിനുമല്ല, ഇമ്മോറൽ ട്രാഫിക്. അതുകൊണ്ടെന്താ ആ പോക്ക് പോയത് ഭാഗ്യം. വേഴച്ചവള്. ഏട്ടൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ നോക്കിയ? എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ ഏട്ടന് ഒരു ഉടുപ്പും തോന്നണല്ലേ? ഇതെല്ലാവർക്കും അറിയാം. എല്ലാരും കാര്യം പോട്ടെ, ഏട്ടൻ ആരെയും വഞ്ചിക്കാൻ ചതിപ്പെടുത്താം. മനസ്സാക്ഷി എന്നൊരു സാധനം ഏട്ടനുണ്ടോ? ആ ഒരൊറ്റ ചതി കുടുങ്ങി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ. എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരൻ. പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ടാ. നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം. എന്റെ മുഖത്ത് കരുതേച്ചാലുണ്ടല്ലോ. ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കരി എനിക്കൊന്ന് തുടയ്ക്കണം വേട്ട, എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും. രവി, രാജേന്ദ്ര, ലക്ഷ്മി കണ്ണു തുറന്നു. രവി ചോദിച്ചു. അമ്മ കണ്ണു തുറന്നു. അമ്മ കണ്ണു തുറന്നു. അതിന് കണ്ണ് തുറക്കല്ലേ ഇത്? അടയ്ക്കല്ലോ. വാ, ഇനി തിരിച്ചു കയറണ്ട. എന്തായി കാണിക്കണേ? അമ്മേ,
ഒന്ന് അനങ്ങാണ്ട് കിടക്കണ്ട അമ്മേ. രവിയേട്ടൻ വരും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ കയറുന്നില്ല. നീ ചെല്ലേ. എനിക്ക് കാണണം രവി. അമ്മേ മോനെ മോനെ എന്റെ പൊന്നു മോനെ. എന്റെ മോനെ. കാണാൻ പറ്റുമെന്ന് നമ്മ കരുതിയില്ല. പോവരുത്, ഇനി അമ്മ വിട്ട് എങ്ങും പോവരുത്. പോവോ? ഇല്ല, അമ്മ കിടക്ക. കിടക്കമ്മേ, ഇനിയും സുഖേട് കൂടും. കിടക്ക്. ഇനി എനിക്കൊന്നുമില്ല. അവനോട് പോവരുതെന്ന് പറ രവി. ഇല്ലമ്മേ, അമ്മ വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്റെ കൈ എവിടെ? അമ്മേ അമ്മേ, എന്റെ മക്കള് എവിടെ? എവിടെ എന്റെ കുഞ്ഞുങ്ങൾ? എന്റെ പൊന്നു മക്കളെ. അച്ഛമ്മയാ? അച്ഛമ്മ വിളിക്ക്. വിളിക്ക്. അച്ഛമ്മേ, അച്ഛമ്മേ. പേരെന്താ? ലച്ചു. ചിന്നു. ശരിക്കുള്ള പേര് പറയും. ലക്ഷ്മി. അമ്മയുടെ പേരായിട്ടെ. അമ്മേ, എന്നെ ബാക്കിയല്ലാത്തോളാക്കിയില്ലേ നീ? എന്റെ പൊന്നു മക്കളെ. അമ്മ ഇനി കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. രാത്രി പോയില്ല എന്റെ ഈശ്വര. അമ്മേ. കരയല്ലേ അമ്മേ? എന്താ അമ്മേ? വെള്ളം എവിടെ? സീത. വെള്ളം എടുക്ക. ഗീരി, നീ പോയി വേഗം വെള്ളം എടുത്തിട്ട് വാ. അതെന്താ വെള്ളം? അതൊന്നും ഇപ്പൊ അമ്മയ്ക്ക് കൊടുക്കണ്ട. ഗംഗാജല. അമ്മേ, ഗംഗാജലം. അമ്മേ, സീത. നന്നായി വരും. അമ്മേ, അമ്മേ. ശ്ശോ. എല്ലാരും ഒന്നങ്ങോട്ട് മാറുന്നേ. ആ, മാറിക്കേ. എടി ഗീതേ, നീ വേഗം ഡോക്ടറെ വിളിക്ക്. ഡാഡി, ചെറിയച്ഛൻ വിളിച്ചിരുന്നു. അച്ഛമ്മയ്ക്ക് പെട്ടെന്നൊരു ടയർഡ്നെസ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ലക്ഷണമല്ല, ചിലപ്പോൾ അവസാനത്തെ ആയിരിക്കുമെന്ന്. ഉടനെ നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് വയ്യ. കൊല്ലം ഒന്നായി മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിട്ട്. ഹലോ, ആരാ? ആ, ഹരിക്ക് കൊടുക്ക്. നിങ്ങൾ ആരാ? നിന്റെ തന്ത കൊടുക്കടി ഫോൺ. നീ ആരാടാ പട്ടി? എന്താടി? ഹരിമാമ, ഒരു തെണ്ടി എന്നെ തന്തയ്ക്ക് പറഞ്ഞു. ഹലോ, ആരാ? ഏട്ടനോ? നീ രാജേട്ടനാ? സുജയായിരുന്നു. അവൾക്ക് ആളറിയാതെ. ആ, ഞാൻ വിളിച്ചിരുന്നു. അമ്മ പെട്ടെന്ന് കൊളാപ്സായി. രവിയേട്ടനോടും കുട്ടികളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്തിനാ സംസാരിക്കണേ? ഒരു സംസാരം. എന്നിട്ട് ഡോക്ടർ മേനോൻ വന്ന് പരിശോധിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. തളർച്ച വിട്ടു. എഴുന്നേറ്റിരിക്കണമെന്ന് പറഞ്ഞു. ചാരി ഇരുത്തി. അമ്മയോട് അധികം സംസാരിക്കാൻ അനുവദിക്കണ്ട ആരെയും. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടാവില്ല അവൻ വന്നത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ, ശരി. और एक स्पून माँ. മതി മോളെ. नहीं तो नहीं देना. മോളോടൊന്ന് സംസാരിക്കാൻ. അമ്മയ്ക്ക് ഹിന്ദി അറിയില്ലല്ലോ.
അമ്മ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അവൾക്ക് മനസ്സിലാവും. മലയാളം അറിയോ? കുറച്ച്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ മോക്ക്? ഇല്ല, അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛനും മരിച്ചു. കമ്പനിയിൽ ഒരു അപകടത്തിൽപ്പെട്ട ഇവളുടെ അച്ഛൻ മരിച്ചത്. പിന്നെ ഇവൾക്ക് ആരുമില്ലാണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നു. എനിക്കൊരുപാട് കടപ്പാടുണ്ട്. ഇവളുടെ അച്ഛൻ എനിക്ക് കമ്പനിയിൽ ജോലിയൊക്കെ വാങ്ങിച്ചു തന്നു. നമ്മൾ ആശിക്കുന്നതൊന്നും നടക്കില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കണേ. എന്താ അമ്മ നോക്കണേ? കോലം കെട്ടുപോയി. എന്ത് സുന്ദരനായിരുന്നു നീ. അമ്മ പറഞ്ഞ കേട്ടോ, ഞാൻ സുന്ദരനായിരുന്നു. പഴയ പാട്ടും നാടകമൊക്കെ ഉണ്ടോ അപ്പോ? ഏയ്, അതൊക്കെ പോയില്ലേ. ഇപ്പൊ പാട്ടുമില്ല, നാടകമില്ല, ജീവിതം തന്നെ നാടകം. രവിയേട്ടാ, അമ്മയ്ക്ക് റെസ്റ്റ് വേണം. എന്റെ അസുഖമൊക്കെ മാറി എന്റെ മോൻ വന്നപ്പോ. രാജേട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞു അമ്മയോടൊരു സംസാരിക്കരുതെന്ന്. രവിയേട്ടൻ സംസാരിച്ച പ്രശ്നമാവുമല്ലോ അല്ലേ? ഏയ്, അതുകൊണ്ടല്ല. അമ്മയുടെ ഹെൽത്തിന്റെ പൊസിഷൻ രവിയേട്ടൻ അറിയാനിട്ടാ. ബൈപ്പാസ് കഴിഞ്ഞ പിന്നെ അമ്മയും മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നീ ഇവിടെ ഇരിക്കേ. വേണ്ടമ്മേ, അമ്മയ്ക്ക് സുഖാവും. അമ്മ ഈ മുറി വിട്ട് പുറത്തു വരും. കുറച്ച് ദിവസമെങ്കിലും അമ്മയുടെ മോനായിട്ട് എനിക്ക് ജീവിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.